ഭാരതപ്പുഴയിൽ പുല്ല് ഉപയോഗിക്കുന്നതാണ്. ഭാരതപ്പുഴയിൽ എത്ര വർഷമായി നിങ്ങൾ തുടങ്ങിയിട്ട്? ഇത് 75 വർഷമായിട്ട് പാരമ്പര്യമായിട്ടുള്ളതാണ്. 1953 സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ബേസിലാണ് ഇത് ചെയ്തു വന്നിരുന്നത്, കുറവ കമ്മ്യൂണിറ്റി. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഇതിൽ ആരുമില്ല. ഞങ്ങളൊരു 4 സ്ത്രീകളാണ് ഇത് കൊണ്ടുവന്നത്. ഇപ്പോൾ ഞങ്ങൾ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 8 പേരുണ്ട് അവിടെ. ഇത് പിന്നെ എന്താണെന്ന് വെച്ചാൽ എവിടെ മാർക്കറ്റിംഗ് അവിടെ തന്നെയാണ്. ആൾക്കാരൊക്കെ അറിഞ്ഞ് വന്ന് വാങ്ങുന്നവരുണ്ട്. പിന്നെ ഞങ്ങൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആരെങ്കിലും പരസ്പരം പറഞ്ഞ് ഇന്ന ഇത് വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മിനിമം 25 വർഷം ഒക്കെ ഇടുകൂടാതിരിക്കും, മിനിമം ഉണ്ടോ. ഇത് എങ്ങനെയാണ് പ്രോസസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആദ്യമൊക്കെ ഇവർ പുല്ല് തോടിൻ്റെ സൈഡിൽ നിന്ന് അരിഞ്ഞ് എടുത്തിട്ട് വന്നിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുത്തങ്ങ പുല്ല് ഇല്ലെങ്കിൽ കോറാഗ്രാസ് എന്നാണ് ഇതിന് പറയുക. പിന്നെ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പുല്ല് ഞങ്ങൾ ബൾക്കായിട്ട് വാങ്ങുക ചെയ്യുന്നത് പാലക്കാട് ചിറ്റൂരിൽ നിന്നാണ് വാങ്ങുന്നത്. അതന്നെ നമ്മുടെ ഇവിടെ നിന്നാണ് വാങ്ങുന്നത്. അങ്ങനെ കൊണ്ടുവന്ന പുല്ല് നമ്മൾ ഒരു ദിവസം തലേദിവസം വെള്ളത്തിട്ട് പിറ്റേ ദിവസം വെയിലത്തിട്ട് ഉണക്കി എടുത്തിട്ടാണ് പിന്നീട് അത് അടുപ്പത്ത് ഏത് കളറാണോ വേണ്ടത് അത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ട് പിന്നീട് വെയിലത്ത് വീണ്ടും ഇട്ട്. കെമിക്കലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കെമിക്കലും ഉണ്ട്, രണ്ടും ഉപയോഗിക്കുന്നത്. നാച്ചുറൽ കളർ പതിമുഖത്തിൻ്റെ കളർ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ പ്രോസസ്സിങ് ഉള്ളതുകൊണ്ട് അതിന് റേറ്റ് കൂടും. അപ്പോൾ ആൾക്കാർ അറിഞ്ഞ് ഒരുവിധം കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം. റേറ്റ് വളരെ കുറവാണല്ലോ. അതിമുഖത്തിന് റേറ്റ് പറയാം. പക്ഷേ ഇതിൻ്റെ പ്രോസസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം ഒരു 15 ദിവസം നമ്മൾ തിളപ്പിച്ച് അതിൽ ആ കളർ പിടിക്കാനായിട്ട് അടുപ്പത്ത് തന്നെ തിളപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് തിളപ്പിച്ചാൽ അത് ഓഫ് ചെയ്തിട്ടിട്ട് പോവും. പിറ്റേ ദിവസം വീണ്ടും വന്ന് ആദ്യം തിളപ്പിക്കും. എന്നിട്ട് ആ കളർ ഫുള്ള് ഇറങ്ങി അതിൽ പിടിക്കണം, ആ പുല്ലിൽ പിടിക്കണം. ആ കളർ അതിൽ പിടിച്ചതിന് ശേഷം നമ്മൾ നെയ്യാനെടുക്കുക. വെളുത്തിട്ട് ഉണങ്ങിയിട്ടാണ് നെയ്യാനെടുക്കുക. നെയ്യെടുക്കാൻ മെഷീനാണോ? മെഷീൻ തറിയാണ് ഹാന, നമ്മൾ കൈ കൊണ്ട് തറിയുക. ഇപ്പൊ തുണി നെയ്യുന്ന അതേ മോഡല്. സംവിധാനത്തിലേക്ക് പോകാത്തത് മെക്കാനിക്സ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് അപ്പോൾ അത് ഇതിൽ വരില്ലല്ലോ. ഹാൻഡിക്രാഫ്റ്റ്സിന്റെ ഇതിൽ നിന്നും വിട്ടുപോകില്ലേ അത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ ഇപ്പോൾ പ്രാദേശികമായി മാർക്കറ്റിംഗ് അല്ലാതെ നിങ്ങൾക്ക് വെബ്സൈറ്റോ അങ്ങനെ വേറെ എന്തെങ്കിലും? ഇപ്പോൾ പുതിയതായിട്ട് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഫേസ്ബുക്ക് അങ്ങനെ ഓൺലൈനിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള മാർക്കറ്റിംഗ് ആണ് കൂടുതൽ. ഇപ്പോൾ 4 പേരാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അല്ലല്ല, ഇപ്പോൾ 4 പേരാണ് 10 വർഷമായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2 വർഷമായിട്ട് 4 പേരും കൂടെ വന്ന് 8 പേരുണ്ട്. 8 പേര് സ്ത്രീകൾ മാത്രമാണ്? സ്ത്രീകൾ മാത്രം. പിന്നെ പ്രസിഡന്റ് മാത്രം സുധാരേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ട്. പുൽപ്പായ നെയ്ത്ത് സഹകരണ സംഘം അല്ലേ? അതെ, സൊസൈറ്റിയാണ്. കിള്ളിമംഗലം, ചേലക്കര, തൃശ്ശൂർ ജില്ല. അപ്പം ഈ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നിത്യവും തൊഴിൽ കിട്ടുമോ? നിത്യവും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വരുമാനം കുറവാണ്. കുറവ് പറഞ്ഞു. ഒരു മാസം എത്ര വരുമാനം ഉണ്ടാവും? ഓണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഞങ്ങൾക്ക് വരുമാനം കിട്ടില്ല. ഇത് വിറ്റ് പോകുന്നതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം. അതെ, ഞങ്ങൾക്ക് വിറ്റ് പോകുന്നതിനനുസരിച്ച് കിട്ടുന്നത് ഇന്നാണ്. ഏകദേശം നിങ്ങൾക്ക് ഒരു മാസം എത്ര വരുമാനം കിട്ടും? സത്യം പറയുന്നത് ഓണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധാരേട്ടൻ അത് പായ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്? പായ, ടേബിൾ മാറ്റ്, ടീ കോസ്റ്റർ, പിന്നെ യോഗ മാറ്റ്, പിന്നെ ഡൈനിങ് തടുക്ക്, പിന്നെ നിസ്കാരപ്പായ പറയില്ലേ അത്. മെഷീനിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ് സാധാരണ മെഷീനിലൊക്കെ അടിച്ചു വരുന്നുണ്ടല്ലോ പായകൾ. അത് മെഷീനിൽ അടിച്ചു വരുന്നത് അത് തീരെ നൈസായിട്ടാണ് ഉണ്ടാവുക. അതത്ര പെർഫെക്റ്റ് ആവില്ല എന്നാണ്. ഇതെല്ലാം ഹാൻഡ് വർക്കാണല്ലേ? ഇതെല്ലാം ഹാൻഡ് വർക്ക്. ഡിസൈൻ മൊത്തം നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതാണ്. ആ ഡിസൈനൊക്കെ ഇത് പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന കേട്ടോ. പല്ലാങ്കുഴി പായ പറയില്ലേ? പല്ലാങ്കുഴി പകിട കളിക്കുക പറയില്ലേ പണ്ട്? ആ ഒരു മോഡൽ. ഇത് ആ കുഴി പകിട കളിക്കുന്ന ഇത് ഇത്ര കണക്കുണ്ട്. അതിൽ ചെയ്തു വരുന്നത് അവിടെ പരമ്പരാഗതമായിട്ട് ചെയ്തു വന്നിരുന്നതാണ്. അതേപോലെ ഈ ഡിസൈൻ ഫുൾ ഇത് പണ്ട് അവിടെ ഒരു കമ്മ്യൂണിറ്റി അവരാണല്ലോ ചെയ്തു വന്നതെന്ന് പറഞ്ഞത്. അവര് പണ്ട് കാലത്ത് പാലക്കാട് തന്നെയാണ് അരുൺ നാരായണ സാർ ഞങ്ങൾക്ക് ഇട്ട് തന്നതാണ്. ഏതോ രാജാവിന് കൊടുത്തിട്ട് അവരുടെ ഇതേന്ന് ഡിസൈൻ അയച്ചു തന്നിട്ട് ഞങ്ങളിപ്പോ റീക്രിയേറ്റ് ചെയ്ത് വന്നിട്ട് സൂപ്പറായിരുന്നു.
ഇതിന് എത്ര വില? ഇതിന് 8,000 രൂപ വില. ആ വർക്ക് ചെയ്യുമ്പോൾ അത്രയും വില വരുമല്ലോ. ഇതൊരു 20 ദിവസം ആവും ഇതിൻ്റെ. ഇത് നമ്മൾ മൊത്തം കൈകൊണ്ടാണ്. ഇത് ഡബിൾ വീവിംഗ് എന്നാ പറയും. ഇതിൻ്റെ ബാക്കിൽ ഉണ്ടോ ഇത് അറേകൾ, അതായത് ഒളിച്ച് നെയ്യാ പറയും. ഡിസൈൻ വന്ന് പുറകെ വശത്ത് കാണില്ല, ഈ ഡിസൈൻ ആയിരിക്കില്ല, ഇത് വേറെ കളറാവും. കളർ വ്യത്യാസം. ഓക്കെ. താങ്കൾ എന്താണ് ഈ സ്ഥാപനത്തിൽ? ഞാനിപ്പോൾ സെക്രട്ടറിയാണ്. സഹകരണ സംഘമല്ലേ? ആ, സഹകരണ സംഘം. അതിൽ അംഗങ്ങളുണ്ട്, 7 അംഗ കമ്മിറ്റി ഉണ്ട്. ഇവരൊക്കെ മെമ്പർമാർ. ഞങ്ങളാണ് ഒരാൾ സെക്രട്ടറിയാണ്. അതെ, എല്ലാവർക്കും തുല്യ പങ്കുണ്ടല്ലോ. എല്ലാവർക്കും തുല്യ പങ്കുണ്ട്. നിർമ്മാണത്തിനാവശ്യമായ 1 ഹെക്ടറിന് താഴെയുള്ള വനഭൂമിയും ലഭ്യമാക്കിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നടക്കും. അതാണ് സ്ഥിതി. ഇനി 30 TMC അവർ അംഗീകരിച്ചത് തന്നെ നമുക്ക് നടപ്പാക്കാൻ പറ്റും. ഇപ്പം അട്ടപ്പാടിയിൽ 5 TMC അവർ കെട്ടാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പോൾ ഒരു തടസ്സം പറഞ്ഞു. ചീഫ് മിനിസ്റ്റർമാരുടെ മീറ്റിംഗ് വെച്ചിട്ട് തീരുമാനമായി, ഇത് നടത്തുന്നില്ല. അതേപോലെ പാണ്ടിയാർ പുന്നപ്പുഴ, ഞാനിത് പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞാനതിപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. ഇതൊക്കെ മുല്ലപ്പെരിയാറുള്ളതാണ്, നെല്ലാറുള്ളതാണ്, പറമ്പിക്കുളത്തതാണ്. പറമ്പിക്കുളത്ത് നമ്മുടെ പറമ്പിക്കുളം തൂങ്ങക്കടവ് പെരുവാരിക്കുള്ള നമ്മുടെ സ്ഥലമാണ്, നമ്മുടെ വെള്ളമാണ്. ആ വെള്ളം അവർക്ക് ദാനം ചെയ്യുന്ന പോലെ കൊടുക്കുകയാണ്. അതിന് യാതൊരുമില്ല. അപ്പോൾ അത് നമുക്ക് കിട്ടാനില്ല. ഇനി നമുക്ക് കേരളത്തിൽ തന്നെ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നമാണ്. When we approached the corporation, they didn't even realize there was so much of land right in the middle of the city. So when we asked them, they said, no, it's not a water, it's just a small water. But anyway, when we gave them the proposal, they were good enough to let us initiate the project. So that's what you see, a lot of building debris with a lot of jungle. Lot of weeds there, and then we got going. We requested people to join us just to add an emotional touch to the project. So every Sunday we invited people. Initially we thought we'll get a few hundreds, but then the very first week we had thousands of people over 5 Sundays, and this is the result. There's so much of water. All this water would have just gone to waste, and people made it happen. Since then, there's been no looking back, and people associate themselves with this curriculum, and they say, "This is my water. This is my product." They say, "This is how it is now." This is another check that one of the streams of the